ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഡെക്സ് ആണ് കേട്ടോ, സൂചികകളാണ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, ലോക സന്തോഷ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥാനത്തിലുള്ളത് ഏത് രാജ്യമാണ്? അങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ കണക്ഷൻസ് കൊടുത്തിട്ട് സെറ്റ് ആക്കാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? തുടങ്ങാലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്, അതായത് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണ് കേട്ടോ. അപ്പൊ അതിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 161 സ്ഥാനാണ്. ആദ്യമായിട്ടുള്ള രാജ്യം നോർവേ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഈ പ്രസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഓർക്കാം? നമ്മുടെ ന്യൂസ് പേപ്പർ ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രസ് എന്നൊക്കെ പറയുമ്പോൾ ന്യൂസ് പേപ്പർ. നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഒക്കെ വരുന്ന ഒരു സമയം കാലത്ത് 6 മണിയാണെന്ന് വിചാരിക്കാം കേട്ടോ. കാലത്ത് 6 മണിക്കാണ് പേപ്പർ വീട്ടിൽ വരണേന്ന് ഓർക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു വഴിക്കോടെ അല്ലെ, ഒരു വഴിക്കോടെയാണ് പത്രം ഇടാൻ വേണ്ടി വരണേന്ന് ഓർക്കാം. അപ്പൊ ഒരു വഴി നമ്മുടെ 2 വണ്ണാണ്. അത് ഈ 6ന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 161 എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 161. ഓക്കെ, അപ്പൊ 6 മണിക്ക് വരുന്നു. നമ്മുടെ വഴിയാണ് 21 കേട്ടോ. ഇനി വഴി നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ ഒരു വേ ആയിട്ടും കൂടെ നമുക്ക് ഓർക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഏതാണ്? നോർവേ. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഏതാണ്? നോർവേ. കിട്ടിയോ? എന്റെ കൂടെ തന്നെ പഠിച്ചു പോണേ. അടുത്ത് നോക്കാം, സന്തോഷ സൂചിക അല്ലെ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ഓക്കെ, അപ്പോ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫൈൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഫൈൻ അല്ലെങ്കിൽ ഫിൻ അല്ലെങ്കിൽ ഫിൻലാൻഡ് ആയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. ഫൈൻ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതിയെ. അപ്പൊ ഫിൻലാൻഡ് കിട്ടി. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2023 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126 കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 126 ഇന്ത്യയുടെ സ്ഥാനം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സ്. ഡെമോക്രസി ഇൻഡെക്സിലെ ആദ്യം വന്നിട്ടുള്ള രാജ്യം ഡെൻമാർക്ക് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 108 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 108. ഇപ്പൊ ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ഷനുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ എലക്ട് ചെയ്യണമെങ്കിൽ ഒരു 18 വയസ്സാവണം എന്ന് ഓർക്കാം. ഇപ്പൊ 18 അല്ല, ഒരു 0 കൂടി ഉണ്ട്. 108 ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വന്നിട്ടുള്ള രാജ്യം ഏതാ? ഡെൻമാർക്ക് കേട്ടോ. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഡെൻമാർക്ക്. ഡെമോക്രസി ഡെൻമാർക്ക്, രണ്ടും ഡി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ് കേട്ടോ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. അതിലെ ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം സിംഗപ്പൂർ ആണ്. സിംഗപ്പൂർ ആണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്പോർട്ട് ഒക്കെ എടുത്ത് സിംഗപ്പൂർ പോയെന്ന് ഓർക്കാം. അതായത് നല്ല റിച്ച് കൺട്രി അല്ലേ. അപ്പോൾ സിംഗപ്പൂർ പോയെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം 85 കേട്ടോ. 85 എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 85. ഈ എസ് നമുക്കൊന്ന് ജോയിൻ ചെയ്താൽ 8 പോലെ കിട്ടില്ലേ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. 85. അപ്പൊ ഒന്നും കൂടെ നോക്കിയ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 161 അല്ലെ. 6ഉം പിന്നെ 2ഉം 1ഉം നമ്മുടെ വഴിയായിട്ടൊക്കെ ഓർക്കുക. നോർവേ. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 126 ആണ്. ഫൈൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഫിൻലാൻഡ്. ഡെമോക്രസി ഇൻഡെക്സിലാണെങ്കിലോ ഇലക്ട്രൽ ഡെമോക്രസി, എലക്ഷൻ അല്ലെങ്കിൽ എലക്ട് ചെയ്യാനൊക്കെ നമുക്ക് 18 വയസ്സാവണം എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ 108 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 85. ഫസ്റ്റ് വന്നിട്ടുള്ളത് സിംഗപ്പൂർ. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം, സമാധാന സൂചിക, അതായത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് കേട്ടോ. പീസ് എന്ന് പറയുമ്പോൾ സമാധാനം. സമാധാന സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. അതിൽ ഒന്നാമതായിട്ടുള്ള 2023 ഒന്നാമതായിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 126 സന്തോഷ സൂചിക അല്ലെ. സന്തോഷവും സമാധാനവും ഒക്കെയല്ലേ നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ അത് രണ്ടും 126 ആണെന്ന് തന്നെ ഓർത്തു വെക്കുക കേട്ടോ. രണ്ടും 126 ആണ്. സന്തോഷ സൂചികയാണെങ്കിലും സമാധാന സൂചികയാണെങ്കിലും. പിന്നെ അതിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. പീസിൽ കേട്ടോ. സമാധാനത്തിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഐസ്ലാൻഡ് ആണ്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഈ ഐസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ കുളു മണാലി അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സമാധാനം കിട്ടുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ ഐസ്ലാൻഡ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് അതിലെ ഇന്ത്യയുടെ സ്ഥാനം 126. ആദ്യമായിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ്. അടുത്ത് നോക്കാം, വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ്. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 1ാമത് വന്നിട്ടുള്ള രാജ്യം ഡെൻമാർക്ക് ആണ് കേട്ടോ. 1ാമതായിട്ടുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്ക് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, നമുക്കിപ്പോ ഈ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു മാർക്കൊക്കെ ഇട്ടിട്ടാണ് കോമ്പറ്റീഷൻ
നോക്കാം അല്ലെ. അപ്പൊ ആദ്യം വന്നിട്ടുള്ള രാജ്യം ഡെൻമാർക്ക് കിട്ടിയല്ലോ അല്ലെ. വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിലെ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യം ഡെൻമാർക്കാണ്. അതേപോലെ തന്നെ 40 ഇന്ത്യയുടെ സ്ഥാനം 40 ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 40. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക ഇന്നോവേഷൻ ഇൻഡെക്സ് കേട്ടോ. ഏതാണ്? ഇന്നോവേഷൻ ഇൻഡെക്സ്. ഇന്നോവേഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 40. ജസ്റ്റ് ഓർക്കാം, നമ്മുടെ ഇന്നോവ കാറായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഇന്നോവ കാറിന് 4 ടയറും ഒരു സ്റ്റെപ്പിനി 0 പോലത്തെ ഒരു സ്റ്റെപ്പിനി ഉണ്ടെന്നും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് ആണെങ്കിലും ഇന്നോവേഷൻ ഇൻഡെക്സ് ആണെങ്കിലും എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 40 ഓർത്ത് വെക്കുക കേട്ടോ. 40. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2023 ഒന്നാമതായിട്ടുള്ളത് ഫിൻലാൻഡ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ആദ്യം വന്നിട്ടുള്ള രാജ്യം തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫിൻലാൻഡ് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 112 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 112. ഓക്കെ, 112. അടുത്തത് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 67 ആണ്. എത്രയാണ്? 67. ഓക്കെ, അപ്പൊ 6ൽ നിന്ന് 7ലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. 67 ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 67. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി എപ്പോഴായിരിക്കും? നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും അല്ലെ. അപ്പൊ വീട് അല്ലെങ്കിൽ സ്വീഡ് എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സ്വീഡൻ. ഓക്കെ, അപ്പൊ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 67. ട്രാൻസിഷൻ ആണ് എനർജി ട്രാൻസിഷൻ. 6ൽ നിന്ന് 7ലേക്ക് എനർജി ട്രാൻസ്ഫർ ഒക്കെ ചെയ്തെന്ന് വെറുതെ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഒന്നാമത് എത്തിയിട്ടുള്ളത് സ്വീഡൻ ആണ്. ഇനി അടുത്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 127 ആണ്. എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം? 127. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. അപ്പൊ ജെൻഡർ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. ഈ ഐസുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കില്ല ഇരിക്കുക അല്ലെ. വലിയ എന്താ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓർക്കാം. അപ്പൊ ജെൻഡർ ഗ്യാപ്പിൽ ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 127 ആണ് കേട്ടോ. 127. ഓക്കെ, ഇനി എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിലെ ഫസ്റ്റ് പൊസിഷൻ വന്നിട്ടുള്ളത് സിംഗപ്പൂർ ആണ്. നമുക്കറിയാം വളരെ എന്താ പറയാ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് സിംഗപ്പൂർ. അപ്പൊ എക്കണോമിക് അല്ല. അപ്പൊ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് സിംഗപ്പൂർ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 131 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ഓക്കെ, അടുത്ത് നോക്കാം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ഗ്ലോബൽ ടെററിസം ഇന്ത്യയുടെ സ്ഥാനം 13 സ്ഥാനാണ് കേട്ടോ. ആദ്യമായിട്ടുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ ആണ്. അപ്പൊ ടെററിസം ഇൻഡെക്സ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ സ്ഥാനം എത്ര? 13. ജസ്റ്റ് ഓർക്കാം, ഈ ടെററിസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ 13 ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ടൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാട്ടോ. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ 13 എന്ന് പറയുന്നത് അത്ര നല്ല നമ്പർ അല്ല. ടെററിസവുമായിട്ട്, ടെററിസം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 13. അതേപോലെ തന്നെ ഒന്നാമത് എത്തിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ. അടുത്ത് നോക്കാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 42 ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ജസ്റ്റ് ഓർക്കാം, ഈ 4ന്റെ പകുതിയാണ് 2 എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അതറിയണ ആൾക്കാർ കുറച്ച് ഇന്റലക്ച്വൽ ആണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 42. ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് USA ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമ്മൾ ഭയങ്കര ഇന്റലക്ച്വൽ ആണെന്നൊക്കെ ഓർക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ല അസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഇന്റലക്ച്വൽ ആണെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പൊ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് USA ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ നോക്കാം. ഗ്ലോബൽ പീസ് ഇൻഡെക്സിലെ എത്രയായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം? സമാധാനത്തില് ഇന്ത്യയുടെ സ്ഥാനം 126 അല്ലെ. അതേപോലെ തന്നെ സന്തോഷ സൂചികയിൽ എത്രയായിരുന്നു? ഇതേ നമ്പർ തന്നെ. ഇന്ത്യയുടെ സ്ഥാനം 126. സന്തോഷ സൂചികയിൽ ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. കാരണം ഹാപ്പി ആണെങ്കിൽ ഫൈൻ എന്ന് പറയും. സമാധാനാണെങ്കിൽ ഐസുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമാണെന്ന് ഓർത്തു വെക്കാം. പിന്നെ വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിലെ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്ക് ഉണ്ടാവും ഓർക്കാം. ഡെൻമാർക്കാണ് ആദ്യം വന്നിട്ടുള്ള രാജ്യം. 40 ഇന്ത്യയുടെ സ്ഥാനം. നമ്മൾ പറഞ്ഞു ഇന്നോവേഷൻ ഇൻഡെക്സ് ആണെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം 40. ഇന്നോവയില് 4 ടയറും ഒരു സ്റ്റെപ്പിനി ആയിട്ടുള്ള 0 ഉണ്ടെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ ഉള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടാണ്. അപ്പൊ അതില് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫിൻലാൻഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം 112. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 67. ട്രാൻസിഷൻ നടന്നു 6ൽ നിന്ന് 7ലേക്ക്. ഒന്നാമത് എത്തിയിട്ടുള്ളത് സ്വീഡൻ. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവും നമ്മുടെ വീട്ടിലാണെന്ന് ഓർക്കാം. സ്വീഡ് ആയിട്ട് ഓർത്തു വെക്കാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെ ആദ്യം വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. ജെൻഡർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഐസുള്ള സ്ഥലങ്ങൾ എന്ന് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ 127 ആണെന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അതായത് ഹാപ്പിനെസ് ഇൻഡെക്സും അതേപോലെ തന്നെ പീസ് ഇൻഡെക്സിനും ശേഷം വരുന്നതാണ്
നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അപ്പൊ ആ നമ്പർ 126 ശേഷം 127 ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്, എക്കണോമിക് എന്നൊക്കെ പറയുമ്പോൾ സിംഗപ്പൂർ ഓർക്കാം. അതേപോലെ തന്നെ 131 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ, 131. ടെറിസം ആണെങ്കിൽ 13 നമ്പർ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 13. ആദ്യം വന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിലെ നമ്മൾ ഇന്റലക്ച്വൽ ആണെന്ന് ഓർക്കാം, അപ്പൊ US അല്ലെങ്കിൽ USA ആയിട്ട് ഓർത്ത് വെക്കുക. 42 എന്നുള്ളത് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ 6 മണിക്ക് പത്രം വരുന്ന കാര്യവും വഴിയും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. 161 ആ വഴി വേ വെച്ചിട്ട് ഓർക്കാം, നോർവേ. ഹാപ്പിനെസ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു ഫിൻലാൻഡ് 126. ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 18 വയസ്സും നടുക്കൊരു 0 ഓർത്ത് വയ്ക്കാം. ഡെൻമാർക്കാണ് ആദ്യം വന്നിട്ടുള്ളത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഏതാണ്? സിംഗപ്പൂർ ആണ് അല്ലെ. 85 ആണ് ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് 2023 ലോക സന്തോഷ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അതേപോലെ തന്നെ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? എല്ലാം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കമന്റ്സ് വാല്യബിൾ ആണ്, എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.